എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേഴ്സസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെൻറ്റ് എന്താണ് മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രോത്ത്? ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻക്രീസ് ഇൻ ദ റിയൽ നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയാൻ പറ്റും. എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിൻ്റെ നാഷൻ്റെ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനെയും പെർ ക്യാപിറ്റ ഇൻകത്തിലുള്ള ഇൻക്രീസിനെയും നമ്മൾ ഗ്രോത്തായി കണക്കാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് മാത്രമല്ല, അതായത് നാഷണൽ ഇൻകം ഇല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിലുള്ള ഇൻക്രീസ് മാത്രമല്ല, അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ സോഷ്യൽ കണ്ടീഷൻ, അവരുടെ ജീവിതത്തിൻ്റെ സോഷ്യൽ കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഇമ്പ്രൂവും കൂടി ചേർന്നാലാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, ഡെവലപ്മെൻറ്റ് ഈസ് ബോത്ത് കൺസിഡറിങ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആസ്പെക്ട്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അതിൽ എക്കണോമിക് ആക്ടിവിറ്റിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഇൻകം കിട്ടും, ഇതൊക്കെ ചെയ്യും, പക്ഷെ അതിൻ്റെ ഈക്വലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈക്വലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസിനനുസരിച്ച് വരുമ്പോൾ എന്താ സോഷ്യൽ ചേഞ്ചസും അതിനനുസരിച്ച് വരും, സോഷ്യൽ കണ്ടീഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയെന്നും പറയുന്നു. ആൻഡ് സോഷ്യൽ ഇതാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്? സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇംപ്ലൈസ് ദ പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ദ സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് ദ കൺട്രി. നമ്മൾ പറഞ്ഞു ഗ്രോത്ത് എന്ന് പറയുന്നത് നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകത്തിലുള്ള ഇൻക്രീസ്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് പ്ലസ് സ്ട്രക്ചറൽ ചേഞ്ചസ്, അതും കൂടി ചേർന്നാലാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ ഓഫ് ദ കൺട്രി, ഇതിലുണ്ടാവുന്ന ഒരു പ്രോഗ്രസീവായിട്ടുള്ള ചേഞ്ചിനെയാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ സോഷ്യലും എക്കണോമിക്കും ആയിട്ടുള്ള കാര്യങ്ങളിലും അവിടെ ഉണ്ടാകുന്ന പ്രോഗ്രസീവ് ചേഞ്ച് കൂടി ചേർന്നാലാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ചേഞ്ചസ് എന്ന് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ ദ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രെയിനിങ് ഫീൽഡ്സ് തുടങ്ങിയവ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ ദ പീപ്പിൾ, ജനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂലം അവരുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ തുടങ്ങിയവയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, അതുമൂലം സമൂഹത്തിൻ്റെ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇതിനെയാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷനിൽ അവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത് വെച്ചാൽ, ബെറ്റർ ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്സസ് ടു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ. സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രേറ്റ് ഇൻഡിവിജ്വൽ ഫ്രീഡം. നമുക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് കൂടുതലുണ്ട് അല്ലെങ്കിൽ അവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. റിഡക്ഷൻ ഇൻ ദ അബ്സല്യൂട്ട് പോവർട്ടി, നമ്മളുടെ രാജ്യത്തിലുള്ള അബ്സല്യൂട്ട് പോവർട്ടിയിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് പറയാം. റിഡക്ഷൻ ഇൻ ദ അൺഎംപ്ലോയ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് പറയാം. ആക്സസ് ടു ക്ലീൻ ആൻഡ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യമാണ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് പറയാം. ആക്സസ് ടു ക്ലീൻ എൻവയോൺമെൻറ്റ്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഈ ടോപ്പിക് എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേഴ്സസ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. ഇത് കേരളത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് തിരിച്ചാണ്. നമ്മളിപ്പോൾ പറയും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഡെവലപ്മെൻറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റും ഉണ്ടാവുള്ളൂ എന്ന് പറയും. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്, പക്ഷേ കേരളത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അത്രയ്ക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതൊന്നുമല്ല. കാരണം നാഷണൽ പെർ ക്യാപിറ്റ ഇൻകത്തിലോ അല്ലെങ്കിൽ റിയൽ ഇൻകത്തിലോ കേരളത്തിൻ്റെ കുറച്ച് കുറവാണ്. പക്ഷേ കേരളത്തിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. നാഷണൽ ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പബ്ലിക് ആക്ഷൻ ഇൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് അതർ സോഷ്യൽ സെക്ടർ. അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്.
കാരണം ഈ മേഖലകൾ സോഷ്യൽ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് തുടങ്ങിയവയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൂടുതലാണ് എന്ന് പറയുന്നത്. ഇത് ബേസിക് പ്രിൻസിപ്പിളായ എക്കണോമിക് പ്രിൻസിപ്പിളായ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ്, ദെൻ ആഫ്റ്റർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ നിന്ന് തീർത്തും വിപരീതമായിട്ടാണ് കേരളത്തിൻ്റെ ഉള്ളത്. കാരണം ഗ്രോത്ത് എന്ന് പറയുന്നത് കുറവാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ്. ലൈക്ക് ഫുൾ ലിറ്ററസി റേറ്റ്, ഏറ്റവും കൂടുതൽ കൺസംഷൻ ഇൻ ന്യൂസ് പേപ്പർ, മാഗസിൻസ്, ബുക്സ് പെർ ക്യാപിറ്റ ഇൻകം തുടങ്ങിയവയ്ക്കും ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ വളരെ അധികമാണ്. ഇന്ത്യൻ്റെ ലിറ്ററസി റേറ്റ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് ഹൈ ആണ്. അതുപോലെ കൺസംഷൻ ഓവർ ന്യൂസ് പേപ്പർ കൺസ്യൂം ചെയ്യുന്നത്, അതുപോലെ തന്നെ മാഗസീൻസ്, ബുക്സ്, പെർ ക്യാപിറ്റ ഇൻകം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ്റെ ആവറേജിനേക്കാളും വളരെ ഉയരത്തിലാണ് കേരളത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് കാരണം പെർ ക്യാപിറ്റ സ്പെൻഡിങ് ഓൺ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കേരള ഈസ് ദ ഹയസ്റ്റ് എമംഗ് ഓൾ ദ സ്റ്റേറ്റ്സ്. ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൂടുതലാണെന്ന് പറയാൻ കാരണം തന്നെ കേരളത്തിൽ, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും എടുത്തു നോക്കിയാലും കേരളത്തിലായിരിക്കും ഈ ഹെൽത്തിന് വേണ്ടിയിട്ടും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ ചിലവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും അതിൽ അധികമാണ്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാത്തിലും അധികമാണ്. പക്ഷേ ഇതിൻ്റെ എക്കണോമിക് ഗ്രോത്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ സെക്ടറിൻ്റെ ഗ്രോത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. കാരണം ലോവർ എക്കണോമിക് ഗ്രോത്ത് വിത്ത് ഹൈ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫാണ് കേരളത്തിലുള്ളത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മൊത്തം കിട്ടുന്ന ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ഇതൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ ഇവിടുത്തെ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഹൈ ആണ്. എ സ്റ്റാഗ്നന്റ് ഇൻഡസ്ട്രിയൽ സെക്ടർ വിത്ത് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ സെക്ടറാണ് കേരളത്തിൻ്റെ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രീസ് ഒരുപാട് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് മുന്നോട്ട് വരുന്നില്ല. പക്ഷേ ഒരു ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ആൻഡ് നമ്മളിപ്പോൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. ബിക്കോസ് നമ്മൾ ഗ്രോത്ത് കുറവും സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പരിശോധിച്ചാൽ തന്നെ ഇത് നമുക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും വെച്ച് മെഷർ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ടോപ്പ് പൊസിഷനാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലുള്ളത്. ആൻഡ് ഇത്രയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേഴ്സസ് സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ്, പോവർട്ടി പ്രൊഫൈൽ ഓഫ് കേരള. നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തു അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഏരിയയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. According to the Dandekar Committee and Rath estimation, in 1916 to 61, the total poverty ratio is 19.75% in rural area and 8.89% in the urban area. Dandekar and Rath അവരുടെ ആ എക്സ്പേർട്ട് കമ്മിറ്റീൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം കേരളത്തിൻ്റെ ടോട്ടൽ പോവർട്ടി എന്ന് പറയുന്നത് നഗരങ്ങളിൽ 88%, ഗ്രാമങ്ങളിൽ 90% എത്ര കൂടുതലാണ്. പക്ഷെ അതിനുശേഷം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ കമ്മിറ്റി ദണ്ഡേദ്കർ ആൻഡ് രാത്ത് ഇവരുടെ എസ്റ്റിമേഷനിൽ നിന്ന് തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എസ്റ്റിമേഷൻ നടത്തി 1961-62 എന്നുള്ള കാലഘട്ടത്തിൽ. ഇത് പ്രകാരം റൂറലിലുള്ള മൊത്തം പോവർട്ടി എന്ന് പറയുന്നത് 47%, അർബണിലുള്ള പോവർട്ടി എന്ന് പറയുന്നത് 54% ആണ്. ആൻഡ് ഗൗരവ് ദത്ത ആൻഡ് മാർട്ടിൻ എന്ന് പറയുന്നവർ ഇതുപോലെ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള പോവർട്ടി എസ്റ്റിമേഷൻ നടത്തി നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ കൂടെ ഇൻ 1983. അവരുടെ എസ്റ്റിമേഷൻ പറയുന്നത് പ്രകാരം അവർ പോവർട്ടി ലൈൻ ഫിക്സ് ചെയ്തത് മന്ത്ലി പെർ ക്യാപിറ്റ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ₹89 ആയിരുന്നു പോവർട്ടി ലൈനായി ഫിക്സ് ചെയ്തത്. അതായത് ഒരു മാസം ഒരു വ്യക്തി കൺസംപ്ഷന് വേണ്ടി ചിലവാക്കുന്ന അമൗണ്ട് എന്ന് പറയുന്നത് ₹89 ആണ്. ഇതാണ് അവരുടെ പോവർട്ടി ലൈനായി ഫിക്സ് ചെയ്തത്. ഈ പോവർട്ടി ലൈൻ ഫിക്സ് ചെയ്തത് പ്രകാരം പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ 37.76% അർബണിലുള്ളവരും 39.07% റൂറലിലുള്ളവരും പോവർട്ടി ലൈനിൽ താഴെയാണെന്ന് കണ്ടെത്തി ഇൻ 1983.
ആൻഡ് ഈ ടേബിൾ കാണിക്കുന്നത് എസ്റ്റിമേഷൻ 1957 to 74 വരെയുള്ളതാണ്. അതിൽ 1957-58 എന്നുള്ള കാലഘട്ടത്തിൽ നമ്മുടെ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് 59.6% ആണ്. അത് 1960-61 ആകുമ്പോഴേക്കും 57.8% മാറി. ആൻഡ് 1973 to 74 ആകുമ്പോഴേക്കും 49.3, വലിയ കുറഞ്ഞു വരികയാണ് കണ്ടിന്യൂസ് ആയിട്ട്. 1983 ആകുമ്പോഴേക്കും അത് 38.82% ആയിട്ട് കുറഞ്ഞു. അതായത് 1983 to 83 ആകുമ്പോഴേക്കും 38% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ പോവർട്ടി ലൈൻ കുറഞ്ഞു വരികയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിനെ സീറോ പോവർട്ടി സ്റ്റേറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ വളരെ കാലം എടുക്കില്ല. അതായത് വേഗം നമ്മൾ ആ പൊസിഷനിൽ എത്തും. പോവർട്ടി ഇല്ലാതാവും. ആൻഡ് ഈ ടേബിൾ എന്ന് പറയുന്നത് ദ പ്രൊപ്പോർഷൻ ഓഫ് പുവർ ഇൻ ദ കേരള ആൻഡ് ഇൻ ഇന്ത്യ. ഇതിൽ കാണിക്കുന്നത് ഇന്ത്യൻ്റെ പോവർട്ടി റേറ്റ് 1973 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ്റെ പോവർട്ടിയും കേരളത്തിൻ്റെ പോവർട്ടിയും തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ ആസ് എ ഹോളായിട്ട് പോവർട്ടി എത്രയുണ്ട്, കേരളത്തിൻ്റെ മാത്രം എത്രയുണ്ട്, അത് ഇൻ റൂറൽ വൈസ് ഡിസ്ട്രിബ്യൂഷൻ, അർബൺ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ടോട്ടലായിട്ടുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ 1973-74 കാലഘട്ടത്തിൽ ഇന്ത്യൻ്റെ ടോട്ടൽ പോവർട്ടി റേറ്റ് എന്ന് പറയുന്നത് 54.8% ആണ്. അത് കേരളത്തിൻ്റെന്ന് വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് വളരെ അധികമായിരുന്നു, 59.73%. ഇത് 1999 ആവുന്ന സമയത്ത് ഇന്ത്യൻ്റെ പോവർട്ടി എന്ന് പറയുന്നത് 26.10% ആണ്. ഇന്ത്യൻ്റെ നോക്കുമ്പോൾ അത് 12.72%. അപ്പോൾ ഇന്ത്യൻ്റെ പോവർട്ടി റേറ്റ് വളരെ കൂടുതലും, അതിൻ്റെ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്ത്യൻ്റെ പോവർട്ടിൻ്റെ എത്രയോ കുറവാണ് കേരളത്തിൻ്റെ പോവർട്ടി, 12.72. അതായത് കേരളത്തിൻ്റെ പോവർട്ടി ലൈൻ കുറഞ്ഞാണ് വരുന്നത്. പോവർട്ടി കുറഞ്ഞു വരുന്നു എന്നാണ് ഇതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 2011 to 12 സെൻസസ് പ്രകാരം അപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ്റെ പോവർട്ടി എന്ന് പറയുന്നത് 29.5% ആണ്. പക്ഷേ അത് കേരളത്തിൻ്റെ എത്രയാണുള്ളത്, അത് 11.3%. അതായത് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്. 59.73 നിന്നും 11.3 ആ മാറ്റം, ആ പോവർട്ടീൻ്റെ റിഡക്ഷൻ, ഇതിന് കാരണം കേരളത്തിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാം. കാരണം നമ്മുടെ എഡ്യൂക്കേഷനിലുള്ള മാറ്റം, ഹെൽത്ത്, അതുപോലെ നമുക്ക് കിട്ടുന്ന ബെറ്റർ ജോബ്, അതിൽ നിന്നുള്ള ഏണിങ്, അതുമൂലം അങ്ങനെയാണ് ഈ പോവർട്ടി റേഷ്യോ കുറഞ്ഞു വരുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഈ പോവർട്ടി നമ്മളിപ്പോൾ നോക്കി റൂറലിലും അതുപോലെ തന്നെ അർബണിലും, കേരളത്തിൻ്റെ റൂറലിലും ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും ഇത് 1973 എന്നുള്ള കാലത്തിൽ വളരെ കൂടുതലായിരുന്നു. ഇന്ത്യൻ്റെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ അത് വളരെ കൂടുതലായിരുന്നു. പക്ഷേ 2011 to 12 എന്നാകുമ്പോഴേക്കും ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും ഒരുപോലെ പോവർട്ടി ലൈൻ കുറഞ്ഞു വരുന്നുണ്ട്. കമ്പയറിങ് വിത്ത് റൂറൽ, അർബണിലാണ് കൂടുതൽ. പക്ഷേ റൂറലിൽ അത് നല്ലോണം കുറഞ്ഞ 7.3% മാറിയിട്ടുണ്ട്. ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസ്, സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഡീസെൻട്രലൈസേഷൻ, പെൻഷൻ സ്കീം, PDS system, Kudumbashrees and other consolidated effort through planning schemes have played an effective role in the reduction of poverty line. നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് പോവർട്ടി ലൈനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തത്. എന്തൊക്കെയാണവ? എഡ്യൂക്കേഷനിലുള്ള മാറ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ കൂടുതൽ ലിറ്ററസി റേറ്റ് കൈവരിച്ചത്, ലാൻഡ് റിഫോംസ് നടന്നത്, അതുപോലെ തന്നെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഡീസെൻട്രലൈസേഷൻ, ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഡീസെൻട്രലൈസേഷൻ, പെൻഷൻ സ്കീം, അതുപോലെ കുടുംബശ്രീ തുടങ്ങിയവയുടെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ടാണ് ഈ പോവർട്ടിയിൽ വലിയ കുറവ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അർബണിൽ എങ്ങനെയുണ്ട്, റൂറലിൽ എങ്ങനെയുണ്ടെന്നത് കേരളത്തിൻ്റെയും ഇന്ത്യൻ്റെയും ഡിസ്കസ് ചെയ്തു. ഈ സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് 2011 പ്രകാരം അവർ സെൻസസ് എടുത്തതിന് പ്രകാരം ഈ പോവർട്ടി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡയമെൻഷൻ അല്ല, അതിനൊരു മൾട്ടിപ്പിൾ ഡൈനാമിക് ഡെഫിനേഷൻ ഉണ്ട്. ഈ പോവർട്ടിക്ക് പലതും കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത്. ഇവർ കാൽക്കുലേറ്റ് ചെയ്ത പ്രകാരം കേരളത്തിലെ ഏറ്റവും ഹൈ ഡീപ്രിവേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും ഡെവലപ്മെൻറ്റ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞ
സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിൽ പോവേർട്ടി കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡിപ്രിവേറ്റഡ് എന്ന് പറയുന്നത് പാലക്കാടാണ്, 42.3%. അതിനുശേഷം തിരുവനന്തപുരം, ദെൻ വയനാട്. ലോവസ്റ്റ് ഡിപ്രിവേറ്റഡ്, അതായത് പോവേർട്ടി ഇല്ലെങ്കിൽ വല്ലാത്ത ഡിപ്രിവേറ്റഡ് ആയിട്ടുള്ള ആ സിറ്റുവേഷൻ ഉള്ളത് ഏറ്റവും കുറവുള്ളത് എറണാകുളത്തിനാണ്, 20.30%. ദെൻ ആഫ്റ്റർ കോട്ടയം ആൻഡ് കണ്ണൂർ. ഇതാണ് കേരളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഇതും പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ വൈഡനിങ് ഓഫ് ദ പീപ്പിൾസ് ചോയ്സ് ആസ് വെൽ ആസ് ആൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ലെവൽ ഓഫ് വെൽ-ബീയിങ് അച്ചീവ്ഡ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മീൻസ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. നമുക്ക് സിമ്പിളായി പറയുന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സിലുള്ള ആ ഇൻക്രീസില്ലേ, അതിനെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്ന് പറയാം. നമ്മളുടെ ജനങ്ങളുടെ ജീവിത രീതി, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലൊക്കെയുള്ള ഇമ്പ്രൂവ്മെൻറ്റിനെയും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. നമുക്ക് ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇൻഡിക്കേറ്റേഴ്സാണ് ഇവിടെ പറയുന്നത്: ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അതിൽ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത് ജാൻ ടിംബർജൻ ആൻഡ് മോറിസ് ഡേവിഡ് മോറിസ് ആണ്. അതായത് ജാൻ ടിംബർജൻ, വൺ ഓഫ് ദ നോബൽ പ്രൈസ് വിന്നർ, ഫസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ, ആൻഡ് മോറിസ് ഡേവിഡ് മോറിസ്. ഇവരാണ് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിൽ 3 കോമ്പോണൻ്റാണ് ഉള്ളത് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സിൽ: ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ഏജ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അഡൾട്ട് ലിറ്ററസി. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ആയുർദൈർഘ്യം. അതിപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എത്രത്തോളം കാലം ജീവിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കണക്കാക്കുന്നത് ജനിച്ച കുട്ടിയുടെ 1 വർഷം വരെയുള്ള ആയുസ്, അവരെത്ര പേര് ആ സമയത്ത് ഡെത്ത് ആവുന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കണക്കാക്കുന്നത്. ആൻഡ് അഡൾട്ട് ലിറ്ററസി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനായിട്ടുള്ളത്, എഡ്യൂക്കേഷൻ എൻറോൾമെൻറ്റ്, ലിറ്ററസി റേറ്റ് തുടങ്ങിയവയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഈ ഇൻഡിക്കേറ്റേഴ്സിൽ, ഈ കോമ്പോണൻസിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട് എന്ന് പറയാം. അതായത് ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഇതിൽ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിനും 0 to 100 വരയ്ക്ക് റാങ്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റാങ്ക് ചെയ്യുന്നതിൽ ഫസ്റ്റ് റാങ്ക് വരുന്നത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കൺട്രി രാജ്യങ്ങളുടെ. ഇപ്പോൾ ഓരോ രാജ്യങ്ങളുടെയും ഈ ഫിസിക്കൽ ക്വാളിറ്റി വെച്ചിട്ട് മെഷർ ചെയ്യുന്നു. അതിൽ 0 to 1 വരെയൊക്കെയാണ് ഓരോ കോമ്പണൻറ്റിനും റാങ്ക് ചെയ്യുന്നത്. അതിൽ 1 കിട്ടുന്നത് വേഴ്സ്റ്റ് പെർഫോമൻസും 100 കിട്ടുന്നതിനെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് കണക്കാക്കുന്നു. ഈ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് കാണിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ദ നാഷനാണ്. നമ്മളിപ്പോൾ നാഷൻ എത്രത്തോളം ഡെവലപ്പായി എന്നാണ് കാണുന്നത്. ഇതിൽ കേരളത്തിൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ആവറേജിനേക്കാളും ബെറ്റർ പൊസിഷനാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 11%, ഫീമെയിൽ ലിറ്ററസി 87.86%, ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ഫോർ മെയിൽ ഇൻ 68% ആൻഡ് ഫീമെയിൽ 73%. അതായത് നമ്മളുടെ ആയുർവേദത്തിൽ മെയിലിൻ്റെ 68%, ഫീമെയിലിൻ്റെ 73%. ഇത് ഇന്ത്യൻ്റെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി ഹൈ. ആൻഡ് ഇതിനുള്ള കാരണം, ഈ ഇൻഡെക്സ് ഒക്കെ ഹൈ ആയി നിൽക്കാനുള്ള ബേസിക് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സർവീസ് സെക്ടർ കേരള എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സർവീസ് സെക്ടറിലാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ ഏറ്റവും കൂടുതൽ, കേരളത്തിൻ്റെ എക്സ്പെൻഡിച്ചറിൽ മെയിനായിട്ടും കൂടുതൽ കൊടുക്കുന്നത് എന്തിനൊക്കെയാണെന്ന് പറഞ്ഞു വെച്ചാൽ എഡ്യൂക്കേഷനും ഹെൽത്തിനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഫിസിക്കൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PQLI പ്രകാരം കേരളത്തിൻ്റെ കംപ്ലീറ്റ്ലി ഹൈ ഫ്രം, അതായത് ഇന്ത്യൻ്റെ ബേസിക് വെച്ച്, ഇന്ത്യൻ്റെ PQLI വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ PQLI ഭയങ്കര ഉയർന്നതാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI.
ഇത് 1919 വന്നത്. മെഹബൂബ് ഉൽ ഹക്ക് ആൻഡ് അമർത്യ സെന്നും കൂടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എൻലാർജിങ് പീപ്പിൾസ് ചോയ്സ്. നമ്മൾ പറഞ്ഞു ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ അതാണെന്ന് പറഞ്ഞു. ഇതിൽ എൻലാർജിങ് ദ പീപ്പിൾ ചോയ്സ്, ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ആ ചോയ്സിൽ ഉണ്ടാകുന്ന എൻലാർജ്മെൻറ്റ്, അതായത് ഇൻക്രീസ് ചെയ്യുന്നത്, ഇതിനെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. PQLI എന്ന് പറയുന്നത് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോൺജിവിറ്റി, ലിറ്ററസി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ ലോൺജിവിറ്റിയിൽ തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ഏജ് 1, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി വരുന്നുണ്ട്. അതായത് നമ്മുടെ ആയുർദൈർഘ്യം പ്ലസ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും കൂടി കണക്കാക്കുമ്പോഴാണ് ലോൺജിവിറ്റി വരുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ട്, എത്ര ഹെൽത്തിയായി ജീവിക്കുന്നുണ്ട്, ഇത് രണ്ടും മനസ്സിലാക്കാൻ പറ്റും. ഇത് സോഷ്യൽ ഇൻഡിക്കേറ്ററാണ്. നെക്സ്റ്റ് വൺ ഈസ് ലിറ്ററസി. ലിറ്ററസിയിൽ പറയുന്നത് അഡൾട്ട് ലിറ്ററസി ആൻഡ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. ഇത് അഡൾട്ട് ലിറ്ററസി എന്ന് പറയുമ്പോൾ എത്രത്തോളം പേർക്ക് ലിറ്ററേറ്റ് ആയിട്ടുണ്ട് അതിന് 2/3 വെയിറ്റേജ് ആണ് കൊടുക്കുക. ഇത് മെഷർ ചെയ്യുമ്പോൾ 2/3 വെയിറ്റേജ് ആണ് കൊടുക്കുക ലിറ്ററസിയിൽ. ഗ്രോസ് എൻറോൾമെൻറ്റ് റേറ്റ് അതെന്ന് വെച്ചാൽ സ്കൂളിൽ എത്ര പേര് എൻറോൾ ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇതിനാണ് ഗ്രോസ് എൻറോൾമെൻറ്റ്. അത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. ഇതിന് 1/3 വെയിറ്റേജ് ആണ് ഉള്ളത്. ഈ ലിറ്ററസി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് അത് എത്രത്തോളം ലെവലിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ മെയിനായി കണക്കാക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം അറ്റ് പർച്ചേസിങ് പവർ പാരിറ്റി. നമ്മളുടെ പർച്ചേസിങ് പവർ പാരിറ്റിയാണ് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ PQLI കമ്പയർ ചെയ്യുമ്പോൾ HDIയിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഈ HDI മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ മൈനസ് മിനിമം വാല്യൂ ഡിവൈഡഡ് ബൈ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. നമ്മളിത് എങ്ങനെ കാണുന്നത് വെച്ചപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റിൻ്റെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂ അവർക്ക് ശരിക്കും കിട്ടിയ വാല്യൂ എന്താണ് മൈനസ് നമ്മൾ അതിൻ്റെ മിനിമം വാല്യൂ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ആ ഇൻഡിക്കേറ്റേഴ്സിന്, അതിൻ്റെ മിനിമം വാല്യൂ ഡിവൈഡഡ് ബൈ അതിൻ്റെ ആ ഇൻഡിക്കേറ്റേഴ്സിന് കൊടുക്കുന്ന മാക്സിമം വാല്യൂ മൈനസ് അതിൻ്റെ മിനിമം വാല്യൂ. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 to 1 ആയിരിക്കും കിട്ടുക. 0 മുതൽ 1 വരെയുള്ള ഒരു നമ്പറായിരിക്കും നമുക്ക് കിട്ടുക. ഇതിൽ 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോവസ്റ്റ് HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഏറ്റവും കുറവാണെന്നും 1ൻ്റെ അടുത്തേക്ക് പോകും തോറും ഇല്ലെങ്കിൽ 1 എത്തും തോറും ഹയസ്റ്റ് HDI ആണ് കാണുന്നത്. ഇവരിതിനെ HDIനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. UNDP ഈ HDI കിട്ടുന്ന അളവിനനുസരിച്ചിട്ട് ഈ നേഷൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ HDI 0.80ന് മുകളിലാണെന്നുണ്ടെങ്കിൽ 1നോട് അടുത്ത് നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ ഹയസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രി എന്ന് പറയുന്നു. അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ള കൺട്രി എന്ന് പറയുന്നു. ഈ HDI 0.50ക്കും 0.79നും ഇടയിലാണെന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മീഡിയം ആണെന്ന് പറയുന്നുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം അതിന് കിട്ടിയ വാല്യൂ 0.50നെക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ അവിടെ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റേ ഉള്ളൂ എന്ന് പറയാം. അങ്ങനത്തെ കൺട്രിയാണെന്ന് പറയാൻ പറ്റും. ഹയസ്റ്റ്, മീഡിയം, ലോ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 0 ആണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് HDIയും 1 ആണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് HDI ആണെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യൻ്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2011 HDI റാങ്ക് ചെയ്യുന്നത് പ്രകാരം 134ാമത്തെ റാങ്കായിരുന്നു ഉണ്ടായിരുന്നത് ഔട്ട് ഓഫ് 187 കൺട്രീസ്. 187 രാജ്യങ്ങളുള്ളതിൽ 134ാമത്തെ സ്ഥാനമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. 2016 ആകുമ്പോൾ ഇന്ത്യൻ്റെ HDI എന്ന് പറയുന്നത് 131 ഔട്ട് ഓഫ് 188 കൺട്രീസ്. ആൻഡ് HDI വാല്യൂ നമ്മളുടെ 2020 കണക്ക് പ്രകാരം ഇന്ത്യയുടെ HDI ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ 0.645 ആണുള്ളത്. ഇത് ഏത് കാറ്റഗറിയിൽ വരും? മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൺട്രീൻ്റെ കാറ്റഗറിയിൽ വരും. ഇത് ഈ 0.645 എന്ന് പറഞ്ഞില്ലേ, ഇത് 131ാമത്തെ സ്ഥാനമാണുള്ളത് ഔട്ട് ഓഫ് 189 കൺട്രിയിൽ. ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഓഫ് കേരള, നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഏരിയയാണ് പഠിക്കുന്നത്. ഇതിൽ കണക്കാക്കുമ്പോൾ ഏറ്റവും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ടോപ്പ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ കേരളത്തിനാണ് ഉണ്ടാവുക.
ആൻഡ് അതിന് ഉദാഹരണമാണ് കേരളത്തിൻ്റെ വാല്യൂ. ഇപ്പോൾ HDI എത്രയാണെന്ന് വെച്ചാൽ 0.779 ആണ്. ഇന്ത്യന് പറഞ്ഞു 0.647 ആണ്. എത്രയാണ് ഇന്ത്യൻ്റെ വെച്ചിരിക്കുന്നതിനേക്കാളും എത്രയോ ഉയരത്തിലാണ് കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് നോക്കിയത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേഴ്സസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, അതിനുശേഷമാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൂടുതലാണ് വിത്തൗട്ട് ആൻ ഇൻക്രീസിങ് ഓർ ഗ്രോത്ത് ഇൻ ദ ഗ്രോത്ത് ഓർ ഇൻക്രീസ് ഇൻ ദ നാഷണൽ ഇൻകം, ഇൻക്രീസ് ഇൻ ദ സ്റ്റേറ്റ്സ് അതിൻ്റെ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം തുടങ്ങിയവ. ആൻഡ് പോവർട്ടി പ്രൊഫൈൽ നമ്മൾ പല എസ്റ്റിമേഷൻ വഴി കണക്കാക്കി അതിൽ പോവർട്ടി ലൈന് ഇന്ത്യൻ്റെ ആവറേജിനെക്കാളും കേരളത്തിൻ്റെ ടോട്ടൽ ആവറേജ് കുറഞ്ഞു വരികയാണ്, റൂറൽ ആസ് വെൽ ആസ് അർബൺ ഏരിയയിൽ. ആൻഡ് അതിനുശേഷം പ്രൊപ്പോർഷൻ പറഞ്ഞു. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതെങ്ങനെയാണെന്നും ഡിസ്കസ് ചെയ്തു.